ഇപ്പോൾ നിയമവിദഗ്ധൻ സെബാസ്റ്റ്യൻ പോൾ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ബാക്കിയുള്ളവർക്കൊക്കെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഉമർ ഖാലിദ് അതുപോലെ തന്നെ ഷർജൽ ഇമാം ഇവർക്ക് രണ്ടുപേർക്കും ഈ കേസുമായി കൃത്യമായ ബന്ധമുണ്ട് എന്ന് കോടതിക്ക് വ്യക്തമായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഏതാണ്ട് ആ കേസിലെ ഒരു അന്തിമമായ തീരുമാനം എന്ന നിലയ്ക്കുള്ള അഭിപ്രായ പ്രകടനം കോടതി നടത്തുന്നത് ശരിയല്ല. ഇവിടെ ഇപ്പോൾ ഈ കേസ് കലാപ കേസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അവർക്കെതിരാകുന്നു പ്രതികൾക്ക്. അതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു. ഇവിടെ ഇപ്പോൾ കോടതിക്ക് അത്ര ബോധ്യം വന്നെങ്കിൽ ആ കേസ് വാദം കേട്ട് അന്തിമമായി വിധി പറയണം. അതിനു പകരം വിചാരണയുടെ കാലത്ത് ജാമ്യം നൽകാതെ അതിദീർഘകാലം ജയിലിൽ പാർപ്പിക്കുന്നത്, അവരെ തീവ്രവാദി എന്നൊക്കെയുള്ള മുദ്ര കുത്തുന്നത്, അവർക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം ശരിയാണ് എന്ന രീതിയിൽ കോടതിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്, അതിനൊക്കെ വലിയ അപകടങ്ങളുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കേസ് എടുത്തുകൊണ്ട് ഉമർ ഖാലിദിന്റെ കേസ് എടുത്തുകൊണ്ട് മാത്രമല്ല പറയുന്നത്. ആ ഒരു സമീപനത്തിൽ വലിയ അപകടങ്ങളുണ്ട്. ആ അപകടങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു സന്മനോഭാവം, സന്മനസ് കോടതികൾ പ്രത്യേകിച്ച് സുപ്രീം കോടതി കാണിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇവർക്ക് മുന്നോട്ട് എങ്ങനെ പോകാൻ കഴിയും? എന്ത് നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അത് ഇത്തരം കേസുകൾ എന്ന് അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ നേരിട്ട് ഇടപെട്ട ഒരു കേസായിരുന്നു അബ്ദുൽ നാസർ മദനിയുടേത്. മദനി ഇപ്പോഴും പ്രതിയാണ്, കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെട്ടിട്ടുമില്ല. ജാമ്യം ഇപ്പോൾ സാങ്കേതികമായി ജാമ്യത്തിലാണ് എന്ന് പറയാവുന്നേ ഉള്ളൂ. വർഷം എത്രയായി? 2010. ഇപ്പോൾ 15 കൊല്ലം. അങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അവർ കുറ്റവാളികളാണെങ്കിൽ സംശയാതീതമായി രാഷ്ട്രത്തിന്, ജനങ്ങളോട് പറയുന്നതിനുള്ള ബാധ്യത കോടതിക്കുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റക്കാരാണ്, ഇവരെ ഞങ്ങൾ ശിക്ഷിക്കുന്നു, നമുക്ക് ഒരു വിരോധവുമില്ല. പക്ഷെ അതിന് പകരം ഈ അനിശ്ചിതത്വം, ജാമ്യം ആണ് ശരി, ജയിൽ എന്നത് അല്ല, അത് അപവാദം മാത്രമാണ്, എക്സെപ്ഷനാണ് എന്നൊക്കെ നമ്മൾ ഭംഗിവാക്കുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ പോലീസിന്റെ പിടിയിലായാൽ പിന്നത്തെ അവസ്ഥ എന്ത്? അത് നമ്മൾ ഏവരെയും ഭയപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. അതാണ് ഈ അനിശ്ചിതത്വം. അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അത് നമ്മുടെ ഭരണഘടന അത് വിഭാവന ചെയ്യുന്നില്ല. സ്പീഡി ജസ്റ്റിസ്, നമ്മൾ ഈ ജസ്റ്റിസ് ഡിനൈഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്പീഡി ജസ്റ്റിസ്. ദ്രുതഗതിയിൽ പോകുമ്പോൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെ അപകടത്തിൽപ്പെടുത്തണം എന്ന് നമ്മൾ പറയുകയല്ല. അനുവദനീയമായ വേഗതയിൽ അല്ലെങ്കിൽ ആശാസ്യമായ വേഗതയിൽ നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കണം. അതിന് പകരം കോടതികളൊക്കെ അവധിയും ഉല്ലാസയാത്രയും വിദേശയാത്രയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജഡ്ജിമാർ കഴിഞ്ഞുകൂടുമ്പോൾ അങ്ങനെയല്ലല്ലോ ഇതൊക്കെ പ്രവർത്തിക്കേണ്ടത്. അത് ഈ സ്പീഡി ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഈ അനിശ്ചിതത്വം ഒഴിവാക്കി ഒന്നുകിൽ കുറ്റക്കാരൻ അല്ലെങ്കിൽ നിരപരാധി, അക്കാര്യത്തിലുള്ള ഒരു പ്രഖ്യാപനം, അത് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ അവകാശം കൂടിയാണ്. ആ അവകാശത്തെ ഹനിക്കാൻ നമ്മുടെ ഒരു സംവിധാനവും ശ്രമിക്കരുത്. കോടതികൾ അതിന് ഒത്താശ ചെയ്യാനും പാടില്ല.